കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ വീണ്ടും പനി പടർന്നു പിടിക്കുന്നു. എന്റെ പണിക്കരേട്ട, ഈ ഡേർട്ടി കൊതുകളാ കേരളത്തിൽ രോഗം പരത്തുന്നത്. എന്തായാലും നിന്നെ പോലെ പരദൂഷണം പറഞ്ഞു പരത്തുന്നില്ലല്ലോ. ഓ പിന്നെ, ഞാൻ അങ്ങനെ പരദൂഷണം ഒന്നും പറയാറില്ല. ആ പണിക്കരേട്ട, ഒരു കാര്യം അറിഞ്ഞോ? ഞങ്ങളുടെ ക്ലബിലെ പ്രസിഡന്റ് ക്ലാര മാഡത്തിന് പകരം ആ പൊങ്ങച്ചക്കാരി സൂസിയാ ഇനി മുതൽ പ്രസിഡന്റ് ആകുന്നത്. ആര് മാറിയാലെന്താ, പകരം വരുന്ന ആളുടെ പെർഫോമൻസ് നന്നായാ മതിയല്ലോ. എന്റെ പണിക്കരേട്ട, വേറൊരു കാര്യം അറിഞ്ഞോ? പരദൂഷണം പോരട്ടെ. നമ്മുടെ കറവക്കാരൻ കുമാരന്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ച വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. എന്നിട്ട് കുമാരൻ ആ വാശിക്ക് പകരം അന്ന് തന്നെ വേറൊരു കല്യാണം കഴിച്ചു. അത് വളരെ നന്നായി. അതെന്താ പണിക്കരേട്ടൻ അങ്ങനെ പറഞ്ഞത്? ആര് പോയാലെന്താടി, പകരം വരുന്നവളുടെ പെർഫോമൻസ് നന്നായാ പോരെ. അയ്യേ, ഈ മനുഷ്യനെന്താ ഇങ്ങനെ പറയുന്നത്? ഹലോ, യെസ് മിസ്സിസ് പണിക്കർ സ്പീക്കിംഗ്. ആഹാ, നീയായിരുന്നോടാ മണിക്കുട്ട? എവിടുന്നാ വിളിക്കുന്നത്? അയ്യോ, ഇവിടെ എത്തിയോ? എന്നാ വേഗം ഇങ്ങോട്ട് വാ. ഓക്കേ ദെൻ ബൈ. പണിക്കരേട്ട, എന്നെ അനിയൻ മണിക്കുട്ടനെ വിളിച്ചത്. അവൻ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരും. കൊള്ളാം, പൂർത്തിയായി. അതെന്താ? എടി മണ്ടി, നാട്ടില് തെണ്ടിത്തിരിഞ്ഞ് നടന്ന നിന്റെ ആങ്ങളെ നിന്റെ സ്വർണം മുഴുവൻ പണയം വെച്ച് 1,00,000 രൂപ ഉണ്ടാക്കി ഗൾഫിലേക്ക് വിട്ടു. എന്നിട്ട് അവൻ 5 കാശെങ്കിലും തിരിച്ചു തന്നാ? ഇല്ല. അതുകൊണ്ടാണ് പറയണത് അവൻ ഇങ്ങോട്ട് വന്നോട്ടെ, അവനെ ഞാൻ തല്ലി കൊല്ലുന്നുണ്ട്. അല്ലെങ്കിലും പണിക്കരേട്ടൻ എന്റെ അനിയനോട് ഒരു സ്നേഹവും ഇല്ല. എടി കമലു, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവന് നീ കൊടുത്ത സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ക്ലബിൽ അതൊക്കെ ഇട്ടോണ്ട് പോയിട്ട് മിസ്സസ് ജെയിംസിന്റെയും മിസ്സസ് ജോൺസിന്റെ ഒക്കെ മുമ്പിൽ ഷൈൻ ചെയ്യാമായിരുന്നില്ലേ? അത് ശരിയാണല്ലോ പണിക്കരേട്ടൻ. ഇനി നമ്മൾ അവനെ സ്നേഹിച്ചാക്കി സ്വർണം കൂടെ അവൻ കൊണ്ടുപോകും. അയ്യോ, ശരിയാണല്ലോ. അപ്പൊ എങ്ങനെയാലും അവനെ നമുക്ക് ഒഴിവാക്കണം. അങ്ങനെ വഴിക്കുവാ. എടി, അതിന് പറ്റിയൊരു ഉഗ്രൻ ഐഡിയ എന്റെ കയ്യിലുണ്ട്. നീ വന്നേ. എടി, നീ അവനോട് പറ, എന്നെ പട്ടി കടിച്ചു, എനിക്ക് പേളയിരിക്കുകയാണത്, ഇവിടെ ആകെ പ്രശ്നമാണത്, അതുകൊണ്ട് അവനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്ക് നീ. അത് കൊള്ളാലോ പണിക്കരേട്ടാ. ഈ പണിക്കരേട്ടന്റെ ഒരു ബുദ്ധി ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം. ഹലോ മണിക്കുട്ട, കമലേച്ചിയാണേ. അതേ മോനെ, ഒരു ചെറിയ പ്രശ്നം. പണിക്കരേട്ടനെ മിനിഞ്ഞോന്നൊരു പട്ടി കടിച്ചായിരുന്നേ. പേ ഇളകിയിട്ടുണ്ടോന്നാ സംശയം. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞത് പുറത്ത് ആരെയും കാണിക്കരുതെന്നാ. അതുകൊണ്ട് തൽക്കാലം മോനിപ്പോ ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ആണോ? എന്നാ ശരി. എന്നാ പണിക്കരേട്ടാ, എന്നാടി? അതെ, അവന്റെ എത്തിക്കഴിഞ്ഞോ. പണിക്കരേട്ടൻ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം അകത്ത് പോയിരുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവനെ ഒഴിവാക്കിക്കോളാം. അകത്തോട്ട് ചെല്ല്. എന്റെ കമലേച്ചി, എന്റെ അളിയൻ എന്തു പറ്റി? കുട്ടാ, ഞാൻ കാര്യം പറഞ്ഞില്ലേ, അളിയനെ ദേ ഒരു മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുക. എപ്പോഴാ വയലന്റ് അതെന്ന് പറയാൻ പറ്റില്ല. ആരെയും കാണിക്കരുതെന്നാ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പൊന്നു മോൻ പോയിട്ട് പിന്നെ വാ. പോകാനാ? അത് ശരിയാവൂല. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അളിയനെ കണ്ടിട്ടേ പോകൂ. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കൊണ്ടിട്ട് പോയാ മതി. അല്ല ബാബ, കണ്ടിട്ട് പോയാ മതി. പിന്നൊരു കാര്യം, ഒരു നോക്ക് കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് പോയേക്കണം. പെട്ടെന്ന് പൊക്കോളാം പണിക്കരേട്ടാ. അളിയാ, അളിയൻ എന്തു പറ്റി അളിയാ? അളിയൻ എന്നെ മനസ്സിലായില്ലേ? ഞാൻ അളിയന്റെ മണിക്കുട്ടനാണ്. അളിയ എന്തെങ്കിലും ഒന്ന് സംസാരിക്കളിയാ. അളിയാ, അളിയോ, അയ്യോ പെങ്ങളെ, അളിയന് പേ പിടിച്ച്. അയ്യോ മാതല്ലേ, അയ്യോ എന്നെ കണ്ടില്ല, അയ്യോ 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 എന്നെ കണ്ടില്ല, അയ്യോ അയ്യോ. പണിക്കരേട്ടാ, നിർത്ത്, കൊര നിർത്ത്. അവൻ പോയി. എങ്ങനെയുണ്ടടി എന്റെ ഐഡിയ? അവന്റെ അപ്പനെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. പണിക്കരേട്ടന്റെ ബുദ്ധി സമ്മതിച്ചു. അവൻ ഓടിയ വഴി പുല്ല് പോലും മുളച്ചിട്ടുണ്ടാവില്ല. അയ്യോ, അവൻ തിരിച്ചു വന്നെന്ന് തോന്നുന്നു. അവന് കിട്ടിയതൊന്നും പോരായിരിക്കും. അയ്യോ, എന്നെ കൊല്ലല്ലേ. താനായിരുന്നാ? താനെന്താടോ ഇവിടെ? അല്ല, തന്നെ പട്ടി കടിച്ചെന്നോ പേയിളകിയെന്നൊക്കെ കേട്ടു. ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണോ ഞാൻ. ഇതൊക്കെ ചേട്ടനോട് ആരാ പറഞ്ഞത്? ഇയാളുടെ അളിയൻ, അല്ലാതാരാ. ആ പാവം പേടിച്ചാ ഇവിടുന്ന് പോയത്. എടോ, ഞാൻ അവനെ ഓടിക്കാൻ വേണ്ടി ഒരു നമ്പർ ഇട്ടതല്ലേ, ഈ പട്ടി കടിച്ചെന്നും പേളയെന്നും ഒക്കെ. എന്റെ പണിക്കരെ, താൻ എന്ത് മണ്ടത്തരാടോ ഈ കാണിച്ചത്? എന്താ ദിവാകരേട്ടാ? എടോ, അവൻ വന്നതേ താനവന് ഗൾഫിൽ പോകാനായിട്ട് 1,00,000 രൂപ കൊടുത്തില്ലേ, അത് തിരികെ തരാനാ. അതും പോരാഞ്ഞ് കൈ നിറയെ ഗിഫ്റ്റ്
ഗിഫ്റ്റുമായി വന്ന തന്റെ അളിയൻ ചെക്കനെ താൻ ഓടിച്ച് കളഞ്ഞല്ലോടോ പണിക്കരെ. Yes. ഇത് അസ്ഥിരപുരം കൊട്ടാരം. പ്രിയമുള്ള മാളോരെ, ഈ അസ്ഥിരപുരം വാഴും മഹാരാജാവും ദേശക്കാർക്ക് മോശക്കാരനുമായ PC ശങ്കുരു ഇതാ എഴുന്നള്ളുന്നേ. എന്റെ അമ്മച്ചി. ഇത് PC ശങ്കുരു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊട്ടാരം ജീവിയാണ് ഇദ്ദേഹം. ആരെവിടെ? തൊണ്ട പൊട്ടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്. എടോ അതല്ല, ആരാ അവിടെ? എവിടെ? ദാണ്ടെ അവിടെ. ഓ അതാണോ? അത് കൊട്ടാരത്തിലെ ഫ്യൂസൂരാൻ വന്ന ലൈൻമാനാ. എന്ത്? ഈ അസ്ഥിരപുരം കൊട്ടാരത്തിന്റെ ഫ്യൂസൂരാൻ മാത്രം ധിക്കാരമോ? രാജൻ, കറണ്ട് ചാർജ് അടച്ചിട്ട് മാസങ്ങളായി. എന്തോ ഒരു കിളികിളിങ്ങനെ ശബ്ദം കേൾക്കുന്നു. മഹാരാജൻ, ദേ അങ്ങോട്ട് നോക്കിയേ, ഒരു ആന. ആഹാ, എന്തൊരു ഗാംഭീര്യം, എന്തൊരു ചന്തം. ആട്ടെ ബട, ഏതാ ആന? അത് മനസ്സിലായില്ലേ? ഇല്ല. ആ കറുത്ത് തടിച്ച് പൊക്കത്തില് മുന്നിൽ നടക്കുന്നതാണ് ആന, പിറകെ പോകുന്നത് പാപ്പാൻ. ഓ അതല്ലടാ ബട, ആന ആരുടേതാണെന്നാണ് ചോദിച്ചത്. അതതിന്റെ മുതലാളിയുടെ. ആരാ മുതലാളി? അതിന് തീറ്റ കൊടുക്കണ ആള്. എടാ, തീറ്റ കൊടുക്കുന്നത് ആരാന്നാ ചോദിച്ചത്. അതാണോ ചോദിച്ചത്? ആ. അതല്ല അതിന്റെ മുതലാളി. ഓ, നിന്നെയൊക്കെ തീറ്റി പോറ്റണം, എന്നെ വേണം തല്ലാൻ. അയ്യോ, നീ എന്തിനാടാ എന്നെ തല്ലിയത്? ആ രാജാവല്ലേ പറഞ്ഞ തീറ്റിപ്പൊറ്റുന്ന ആളെ തല്ലാൻ. ഓ, കൊല്ലാൻ പറയാഞ്ഞത് നന്നായി. ധീരവീര പരാക്രമിയും ഹസ്തിനപുരത്തിന്റെ അപമാനവുമായ മന്ത്രി ഗോപാലൻ കളത്തിപ്പറമ്പിൽ ഇതാ എഴുന്നള്ളുന്നേ. എന്തവാടാ ഇത്? ചെണ്ടയില്ല, പകരം തൊണ്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാ. മണ്ടൻ. വണക്കം പ്രഭു, വണക്കം. മന്ത്രി വരുമ്പോൾ ജനങ്ങൾ ഒരുപാട് കോമഡികൾ പ്രതീക്ഷിക്കും. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാണ് മന്ത്രിയെ വിളിപ്പിച്ചത്. എന്താണ് പ്രഭു? എന്റെ മകളുടെ വിവാഹകാര്യം മന്ത്രിക്ക് അറിയാമല്ലോ. എന്റെ മകൾ ജീവിതത്തിൽ ഇന്നേ വരെ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പ്രഭു, അങ്ങയുടെ മകളുടെ മുഖം കണ്ടാലും അയ്യോ, വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പുളിച്ച കോമഡി പറയല്ലേന്ന്. മന്ത്രി, നമ്മുടെ മകളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറയൂ. ഈ കല്യാണം ഞാൻ കലക്കുവോ? കല്യാണം ഞാൻ തകർക്കുന്ന. ഈ കല്യാണം ഞാൻ അടിച്ചു പൊളിക്കുന്ന. രാജാവേ, ഈ കല്യാണം ഞാൻ അങ്ങനെ പറ. മന്ത്രിയുടെ മകളുടെ കല്യാണക്കാര്യം എന്തായി? രണ്ടാമത്തെ മകളുടെ കല്യാണം ഉറപ്പിച്ചു പ്രഭു. എന്ത്? മൂത്തവൾ പരനിറഞ്ഞു നിൽക്കുമ്പോൾ രണ്ടാമത്തവളുടെ കല്യാണം നിശ്ചയിക്കുകയെ? മൂത്തവള് പെരല്ലേ നിറഞ്ഞു നിൽക്കണത്, രണ്ടാമത്തവളോടെ വയറ് നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് മാസം 7 ആയി. എന്താ ഒരു വല്ലാത്ത മണം? നമ്മുടെ രാജഗുരു വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമസ്കാരം പ്രഭു. നമസ്കാരം ഗുരു. ഗുരുവിനെ നാം വിളിപ്പിച്ചത് കബഡി നിർത്തുന്ന കാര്യം പറയാനാണ്. എന്റെ ഗുരു കബഡി കളിക്കാനല്ല പറഞ്ഞത്, കബഡി നിരത്താനാ. ഓ അങ്ങനെയാണോ? ഇവിടെ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു. ഇവിടെ ആർക്കാണ് ബൈക്ക് ഓടിക്കാൻ അറിയുന്നത്? എന്താ ഗുരു? സത്യം പറ, ഇവിടെ ആർക്കാണ് ബൈക്ക് ഓടിക്കാൻ അറിയുന്നത്? എനിക്കറിയാം. എന്താ ഗുരു? അണ്ണ അത്യാവശ്യമായിട്ട് വീട് വരെ പോണം, കബഡി എടുക്കാൻ മറന്നുപോയി. ഇനി കാര്യം പറഞ്ഞു ഗുരു. മകളെ കുറിച്ച് ഓർത്ത് മാത്രമാണ് എന്റെ സങ്കടം. എന്ത് സങ്കടം? അവളൊന്ന് ചിരിച്ചു കാണാൻ ഞങ്ങൾ എന്തുമാത്രം കൊതിച്ചെന്നറിയാമോ? ആരിവിടെ? ഞാനിവിടെ. രാജ്യമൊട്ടാകെ ഒരു വിളംബരം നടത്തണം. ജീവിതത്തിൽ ഇന്ന് വരെ ചിരിച്ചിട്ടില്ലാത്ത നമ്മുടെ മകളെ ആര് ചിരിപ്പിക്കുന്നുവോ അവൾക്ക് നാം നമ്മുടെ കുമാരിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നതാണ്. ഉത്തരവ്. പ്രിയമുള്ളവരെ, PC ശങ്കുരു മഹാരാജാവിന്റെ മകളെ ആര് ചിരിപ്പിക്കുന്നു അയാൾക്ക് ആ സാദരത്തിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണെന്ന് മഹാരാജാവ് ഉത്തരവിട്ടിരിക്കുന്നു.
എന്താ മന്ത്രി? കോമഡി പ്രഭു, കോമഡി പൊട്ടില്ല, കോമഡി എമ്മാതിരി കോമഡിയാണ്. എന്നിട്ട് നമ്മുടെ മകൾ ചിരിച്ചോ? ഇല്ല, ഒറ്റയാക്കും രാജകുമാരിയെ ചിരിപ്പിക്കാൻ കഴിഞ്ഞില്ല പ്രഭു. ഈശ്വര, എന്റെ മകൾ വഴിയാധാരമായല്ലോ. പ്രഭോ ചിരിച്ചു, പ്രഭോ ചിരിച്ചു. അങ്ങയുടെ മകൾ പൊട്ടി 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 ചിരിച്ചു പ്രഭോ. ഹായ്, നമുക്ക് സന്തോഷമായി. ആരാണ് നമ്മുടെ മകളെ ചിരിപ്പിച്ച ആ പ്രതിഭ? ഇതുവരെ ഈ ദേശത്തൊന്നും കണ്ടിട്ടില്ല മഹാരാജൻ. ഹോ, എന്തൊരു സൂര്യ തേജസ്സാണ് ആ മുഖത്ത്. ആ മുഖം കണ്ടാൽ അറിയാം സത്യസന്ധനും സദ്ഗുണ സമ്പന്നനുമാണെന്ന്. എങ്കിൽ ആ സത്യസന്ധനെ വിളിക്കൂ. വന്നാലും വന്നാലും താങ്കൾ ഏത് ദേശത്ത് നിന്ന് വരുന്നു? ഞാൻ കേരള ദേശം വാണിരുന്ന ലീഡർ മഹാരാജാവിന്റെ കണ്ണിലുണ്ണിയായ മകനാ. എന്റെ മകളെ ചിരിപ്പിക്കാൻ എന്ത് തമാശയാണ് കുമാരൻ പറഞ്ഞത്? പറയൂ പറയൂ, എനിക്ക് കേൾക്കാൻ കൊതിയായി. ഞാൻ തമാശയൊന്നും പറഞ്ഞിട്ടില്ല, സത്യസന്ധമായ ഒരു കാര്യം തുറന്നു പറഞ്ഞു. എന്ത് കാര്യം? അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം കേരളം ഭരിക്കുന്നത് ഞാനും എൻ്റെ അച്ഛനുമായിരിക്കുമെന്നുള്ള സത്യം. ഇത് കേട്ടാൽ ആരാ ചിരിക്കാതിരിക്കുക? ഏതായാലും നാം പ്രഖ്യാപിച്ച പ്രകാരം എന്റെ മകളെ താങ്കൾക്ക് വിവാഹം കഴിച്ചു തരാം. അതായിരിക്കും അവളുടെ വിധി. എനിക്ക് വേണ്ട. എങ്കിൽ രാജ്യത്തിന്റെ പകുതിയും ഇവിടുത്തെ വ്യവസായങ്ങളും ഖജനാവിന് രത്നങ്ങളും തരാം. അതൊന്നും എനിക്ക് വേണ്ട. പിന്നെ തനിക്ക് എന്ത് വേണം? എനിക്ക് ദേ ഈ കസേര മാത്രം മതി. അവനവൻ കളിക്കുന്ന പൊളിറ്റിക്കൽ കളികളിൽ ഗുലുമാ, അവരവർക്കിരിക്കാനെ കസേരക്ക് പിടിവലി ഗുലുമാ. ചെയറ് കിട്ടിയാലും ഗുലുമാൽ, ചെയറ് വിട്ടാലും ഗുലുമാൽ, എവിടെ നോക്കിയാലും ഇവിടെ ഈ കൂട്ടർ ഗുലു.